നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിലെ രണ്ടാം പ്രതിയായ അനുശാന്തിക്ക് ജാമ്യം. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിലെ രണ്ടാം പ്രതിയായ അനുശാന്തിക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. വിചാരണ കോടതിക്ക് ജാമ്യോപാധികൾ തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ഹർജി തീർപ്പാക്കുന്നതുവരെയാണ് ഇപ്പോൾ അനുശാന്തിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളും നീണ്ട നാളായി ജയിലിലാണെന്ന പ്രതിയുടെ വാദവും പരിഗണിച്ചാണ് കേസിൽ അനുശാന്തിക്ക് ജാമ്യം നൽകിയത്. കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു അനുശാന്തി. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായ സാഹചര്യത്തിൽ ശിക്ഷ റദ്ദാക്കി ജാമ്യം നൽകണമെന്നായിരുന്നു അനുശാന്തിയുടെ ആവശ്യം. അതേസമയം ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി തീർപ്പാക്കിയിട്ടില്ല. തിരുവനന്തപുരം വനിതാ ജയിലിലാണ് അനുശാന്തി തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുശാന്തിയുമായി ഗൂഢാലോചന നടത്തി കേസിലെ ഒന്നാം പ്രതി നിനോ മാത്യു അനുശാന്തിയുടെ 3.5 വയസ്സായ മകളെയും ഭർത്തൃമാതാവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2014 ഏപ്രിലാണ് സംഭവം നടന്നത്. മകൾ സ്വാസികയെയും ഭർത്താവിന്റെ അമ്മയായ ഓമനയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ടെക്നോ പാർക്ക് ജീവനക്കാരിയായ അനുശാന്തിക്കൊപ്പം ജീവിക്കാനാണ് നിനോ മാത്യു കൊലകൾ നടത്തിയത്. അനുശാന്തിയുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുകയാണ് ഈ കൊലപാതകങ്ങളിലൂടെ നിനോ ലക്ഷ്യമിട്ടത്. ആക്രമണത്തിൽ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2016 ഏപ്രിലിൽ പ്രതി നിനോ മാത്യുവിന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും വിധിച്ചിരുന്നു. കൊലപാതക ശ്രമം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ പ്രകാരമാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. തുടർന്ന് ഹൈക്കോടതി നിനോ മാത്യുവിന്റെ വധശിക്ഷ 25 വർഷം തടവായി കുറച്ചിരുന്നു. എന്നാൽ അനുശാന്തിയുടെ ശിക്ഷയിൽ ഇളവ് ചെയ്തിരുന്നില്ല.